ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം. പുട്ടുപൊടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്നെപ്പോലെ തന്നെ ഒരു 1-1.5 മണിക്കൂർ സമയത്തേക്ക് കുക്കിംഗ് റേഞ്ചും ഫുൾ ടൈം ബിസി ആയിരിക്കും. അപ്പം ഇനി ഓരോന്നായിട്ടുള്ളത് എടുത്ത് വയ്ക്കുകയാണ്. 4 ബർണറുള്ളതുകൊണ്ട് ഈസി ആയിട്ട് കുക്കിംഗ് നടക്കും. ഓരോന്നങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ആദ്യം കുക്കർ വെച്ചു, അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്ത് എഗ്ഗ് ബോയിൽ ചെയ്യാനുള്ളത് വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ചീരക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് അത് കൽച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൽച്ചട്ടിയിലത് വെച്ചു. തൊട്ടപ്പുറത്ത് തോരനുള്ള പയറും കായും അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ കിച്ചൻ്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് പോവും. കാരണം കുക്കർ വിസിൽ വരുന്ന സൗണ്ട് കേട്ടാൽ ചിലപ്പോൾ മക്കൾ ചാടി എണീക്കും. പിന്നെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് കിച്ചൻ്റെ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ലിവിങ് റൂമിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും, കുക്കറിൻ്റെ വിസിൽ വരുന്ന സമയം വരെ. ആ സമയത്ത് പുറത്ത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പുറത്ത് ഒരുപാട് ആൾക്കാരിങ്ങനെ നടക്കാൻ പോകുന്നുണ്ടാവും. അതുമാതിരി സ്കൂൾ ബസ്സുകളൊക്കെ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകുന്നു ഒക്കെ ഉണ്ടാകും. മൊത്തത്തിൽ എല്ലാവരും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണ ഒരു തിരക്കിലായിരിക്കും പുറത്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും കുറച്ച് നേരം. കിച്ചൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ കുക്കറിൻ്റെ സൗണ്ട് കേട്ടു. രണ്ടാളും ഒരുമിച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. മോന് ഇന്നലെ രാത്രിയിലെ ഡ്രീമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോങ് ഡ്രീം ആയതുകൊണ്ട് ഒരുപാട് തീരുന്നേ ഇല്ല. എന്തായാലും അവനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ചെറിയ ആളെ ഇനി ഉറക്കത്തിരുന്ന് എണീറ്റതിൻ്റെ കുറച്ചൊരു വാശിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം എടുത്തുകൊണ്ടിരിക്കണം. അതിനിടയിൽ കൂടെ നമ്മൾ നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ അവളങ്ങനെ ടി വി എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇതുമാതിരി നമ്മൾ എടുത്തുകൊണ്ടേ. അങ്ങനെ തിരക്കിനിടയിൽ കൂടെ കുക്കിംഗ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ഫുഡും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ രാവിലത്തെ വലിയ തിരക്കുകളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയാം.
ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ വർക്കൗട്ടിന് മുമ്പുള്ള ചെറിയൊരു ഫുഡായിട്ട് കഴിക്കാറുണ്ട്. മിക്കതും ബോയിൽഡ് ബനാനയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പീസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ചെയ്യാറ്. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നോർമലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാറുവിനുള്ള ഫുഡ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ പിന്നെ തനിയെ തന്നെയാണ് കഴിക്കാറ്. അതുകൊണ്ട് അവൾക്കുള്ളത് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവൾ TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞു. പാറു യാത്രയൊക്കെയാണ്. അതിനുശേഷം ഇനി നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ. എത്ര വലിയ തിരക്കുകളായാലും അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പാറുവിനെയൊക്കെ പതുക്കെ TVയുടെ മുമ്പിലൊക്കെ ഇരുത്തിയിട്ട് ഞാൻ കുറച്ച് നേരം വർക്കൗട്ട് തുടങ്ങും. ഒരു 40 മിനിറ്റ്സ് വർക്കൗട്ടാണ്. എന്നും ത്രെഡ്മില്ലിൽ നടക്കുകയാണ് മെയിൻലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.